ഹലോ ExcelMcr മലയാളം വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഷീറ്റിൽ നിന്നും മറ്റൊരു ഷീറ്റിലേക്ക് എങ്ങനെ ഡാറ്റ കൈമാറാം. ഉദാഹരണത്തിന് ഇത് ഷീറ്റ് 1-ൽ എൻ്റെ ഡാറ്റ കിടക്കുന്നത് ഷീറ്റ് 2-ലേക്ക് എനിക്ക് കൈമാറണം. ഷീറ്റ് 2-ലേക്ക് ഡാറ്റ കൈമാറണം. അതിനുവേണ്ടി ആദ്യമായി നമുക്ക് പോകേണ്ട ഡെവലപ്പർ ടാബ്, വിഷ്വൽ ബേസിക്, അതിനുശേഷം ഇൻസേർട്ട്, അതിനുശേഷം മോഡുൽ. ഇവിടെ നമുക്കൊരു പേര്, ഒരു മോഡലിനൊരു പേര് കൊടുക്കണം. സാപ്പ് TRNS1 എൻ്റർ. സാപ്പ് നിർബന്ധമായിട്ട് വേണ്ടത്. അതിനുശേഷം നമുക്ക് എന്താ പേര് വേണ്ടത് അത് കൊടുക്കുക. ഞാൻ ഇവിടെ TRNS1 കൊടുത്തതിന് അതിനുശേഷം എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഫ്രാഞ്ചൈസിയും എൻസം ഓട്ടോമിലേക്കായി വന്നുകൊള്ളും. ഇനി ഒരു വേരിയബിൾ എടുക്കണം, ഡിം അതായത് ഡിക്ലെയർ ഇൻ മെമ്മറി. എന്ത് പേര് കൊടുക്കും? ഞാൻ ഇവിടെ പേര് കൊടുക്കുന്ന IS ലോങ്. വേരിയബിൾ കൊടുക്കുന്നത് ലോങ്ങാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റീജർ കൊടുക്കാം, അതും അല്ലെങ്കിൽ ബൈറ്റ് കൊടുക്കാം. ഇതിനൊക്കെ വ്യത്യസ്ത റേഞ്ചാണ് ഉള്ളത്. അത് അടുത്ത വീഡിയോയിൽ തൊട്ടടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് അതിനെപ്പറ്റി പരിചയപ്പെടാം. ഇവിടെ തൽക്കാലം ഞാൻ ലോങ് കൊടുക്കുക. ഇതിന് ഐക്കൊരു വെസിൻ വാല്യൂ കൊടുക്കണം. ഫോർ I = 2 to 22. ഈ 2ഉം 22 അവിടെ ഉപയോഗിക്കാൻ കാരണം നമുക്ക് ഇവിടുന്ന് ഒന്നാമത്തെ റോയിലെ ഡാറ്റ വേണ്ട. കാരണം ഓൾറെഡി നമ്മൾ ഇവിടെ ഹെഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹെഡറിൽ ബോഡിയിലെ ഡാറ്റ 2 മുതൽ 22 അല്ല, നവംബർ ഡിസംബർ ഡിസംബർ 25, 2 തൊട്ട് 25, 25 വരെയുള്ളതാണ് നമുക്ക് 25 റോയിലെ ഡാറ്റ നമുക്ക് കൈമാറേണ്ടത്. അതാ ഇവിടെ കൊടുത്തത് 2 തൊട്ട് 2 to 25. അതിനുശേഷം ഷീറ്റ് 2ലേക്ക് നമുക്ക് അയക്കേണ്ട. ഷീറ്റ് 2 cells I റോയ് പിന്നെ കോളം A ഈക്വൽ. ഇനി ഷീറ്റ് 1 എന്നാണ് കൊണ്ടുവരേണ്ടത്. ഷീറ്റ് cells I റോയ് ഇനി കോളത്തിന് ഇവിടെ 1 കൊടുക്കുക. ഇതിലമ്മ A ഉപയോഗിച്ചത്, ഇതിൽ 1 കൊടുക്കുക, 1 ഉപയോഗിക്കുക, 2 ഉപയോഗിക്കുക. ഇത് ഒന്നാമത്തെ കോളമായി. ഇനി Bയും Cയും ഉണ്ട്. അതിനു വേണ്ടി ഇത് നമുക്ക് കോപ്പി ചെയ്ത് ഉപയോഗിക്കാം. Aക്ക് പകരം Bക്ക് പകരം C. ഇവിടെ അതേപോലെ തന്നെ B ഉപയോഗിക്കുക, അല്ലെങ്കിൽ 2 ഉപയോഗിക്കുക. ഇവിടെ 3. നമ്മളിവിടെ ലൂപ്പ് എടുത്തില്ല 2 to 20. അതിന് നെക്സ്റ്റ് ലൂപ്പ് പോകണം. നെക്സ്റ്റ് I. ഇനി കോഡ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. കോഡ് റൺ ചെയ്യാൻ വേണ്ടി ഡെവലപ്പർ ടാബ്, മൈക്രോ, ഇവിടെ സെലക്ട് TRNS1. ഇതാ നമ്മൾ പേര് വെച്ചത്. റണ്ണടിക്കുക. ഇത് നോക്കാം. 20. ഒന്നും കൂടി റൺ ചെയ്യുക. ഡാറ്റ ഇവിടെ എത്തിയിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒന്നും കൂടി ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഇത് ഇന്നത്തെ ഡാറ്റ, നാളത്തെ ഡാറ്റ വേറെ വല്ലതുമായിരിക്കും. അപ്പം നമുക്ക് വേണ്ടത് ഇത് തൊട്ട് താഴെയാണ് വേണ്ടത്. ഇതിൻ്റെ മേലെ തന്നെ അല്ല, തൊട്ട് താഴെ. അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ എത്ര ഡാറ്റ കൂടിയാലും ഇതിൻ്റെ മേലെ തന്നെ അടിക്കും, കൊണ്ടുവെക്കും. ഇതിന് താഴെ നമുക്ക് വേണ്ടത്. അതിനിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു പുതിയ മോഡൽ എടുക്കാം. ഒരു മൈക്രോ സാപ്പ്
trns 2 കൊടുക്കുക അതിൻ്റെ പേര്. മറ്റെല്ലാം സെയിം ആണ്. dim is long. dim is long for I equal 2 to 25. പിന്നെ ഇവിടെ വ്യത്യാസം ഷീറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ട ഡാറ്റ. ഷീറ്റ് ഡോട്ട് റേഞ്ച് ഡബിൾ കോഡ് A1 10,000 10,000 ലക്ഷം 10 ലക്ഷം 10 ലക്ഷം റോ ഞാൻ ഇവിടെ കപ്പാസിറ്റി കൊടുക്കുന്നു. റോ റേഞ്ച് ഡോട്ട് എൻഡ് ExcelMcr dot offset ബ്രാക്കറ്റ് 1,0. ഇവിടെ ഈ 10 ലക്ഷം കൊടുത്ത് 2007 മുതൽ ഇപ്പോൾ കറണ്ട് 2019 വരെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. 10,40,000 ചില്ലറ റോസ് എക്സലിൽ അവർ കൊടുത്തിട്ടുണ്ട്, മൈക്രോസോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2003 വെറും 65,000 മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ എല്ലാവരും മിനിമം 2007 ഉണ്ടാവുമല്ലോ. ഷീറ്റ് 1 ഡോട്ട് സെൽസ് I, A. ഇത് ഒന്നാമത്തെ കോളത്തിലായി. മൂന്നാമത്തെ കോളം ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം നമുക്ക്. ഇവിടെ ചെയ്യുന്നത് 0,1 സോറി 0,1 രണ്ടാമത്തെ കോളം. മൂന്നാമത്തെ കോളത്തിലേക്ക് 0,2. ഇവിടെ BC സെയിം പോലെ നെക്സ്റ്റ് ഐ വേരിയബിൾ എടുത്തുള്ള അത് നെക്സ്റ്റ് ഐ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഡെവലപ്പർ ടാബ് മൈക്രോ നമ്മൾ ട്രാൻസ് 2 ഇപ്പോൾ പുതിയതായിട്ട് ഉപയോഗിച്ചത്. റണ്ണടിക്കുക. 25 ഒരു ഡാറ്റ കൊണ്ടുവന്നു. ഇതൊരു റോ മിസ്സായി. 25 ഇതേ മൈക്രോ നമ്മൾ റൺ ചെയ്യാം. അതിന് തൊട്ട് താഴെയായിരിക്കും അടുത്ത. ഒന്നും കൂടി റൺ ചെയ്യാം. അതിലും തൊട്ട് താഴെയായിട്ടാണ്. ഒന്നിന് പിന്നിലായി മറ്റൊന്നായി ഡാറ്റ നമുക്ക് കൈമാറാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കാണുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും മറക്കരുത്. എന്തെങ്കിലും ഫാൾട്ട് ഉള്ളതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോ അടുത്ത ദിനങ്ങളുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ.